പുതിയനും ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സെന്തും ചിന്തിച്ചു പോയിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലഹരിക്കെതിരെ ഇന്ന് കേരളം ഒറ്റക്കെട്ടായി പോകുമ്പോൾ അതിന് ഏറ്റവും നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു യുവതയുടെ മൊത്തം പ്രതീക്ഷ കെടുത്തുന്ന ഒരു പ്രസ്ഥാനത്തിന് തടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ MLA ആവിഷ്കരിച്ച ഒരു പദ്ധതിയുണ്ട്. ക്ലീൻ ഹരിപ്പാട് സേഫ് ഹരിപ്പാട് എന്ന ഈ പദ്ധതി. കിലോ കണക്കിന് കഞ്ചാവും MDMA ഒക്കെയാണ് ദിവസങ്ങളായിട്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട് പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ, കോളേജിന്റെ ഹോസ്റ്റലിൽ ഉൾപ്പെടെ ഉള്ള എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ഇതിന്റെ ഉപയോഗം മൂലം പലതും പിടിച്ചെടുക്കുന്ന സന്ദർഭങ്ങളാണ് കണ്ടുവരുന്നത്. എന്നാൽ ഇനിയും ഇതിന്റെ എത്രയോ ഇരട്ടി നമുക്ക് കണ്ടെത്തേണ്ടതായിട്ട്. അത് നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം, അത് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അതിലൊന്നും ഇടപെടുവാനായിട്ട് സാധിക്കില്ല. പോലീസും എക്സൈസും ചേർന്ന് അവരുടെ സംയുക്തമായി നടക്കുന്ന റെയ്ഡുകളിലൂടെ അത് പിടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഈ ആൾക്കാർ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കിട്ടാതെ ഇതിന്റെ ഒരു അഡിക്ഷൻ ഭയങ്കര ദൂരവ്യാപകമായ ഫലം ഉളവാക്കുകയാണ്. അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ട് ഇതിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന് ഒരു തുടക്കമാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോഴുള്ള ഈ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയ ഈ ഒരു വിപത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. പോരാട്ടമാണ് ഇന്ന് കേരളത്തെ വ്യാപിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണ്. ലഹരി പലതരത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെയാണ് കൂടുതൽ ഇത് ബാധിക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരിയുടെ അടിമകളാകുന്നു എന്നുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാവി തലമുറ ഇങ്ങനെ പുകഞ്ഞ് ഇല്ലാതാകുന്നത് എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പരിപാടി നടപ്പാക്കിയത്. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ശ്രീ മമ്മൂട്ടിയായിരുന്നു. വളരെ ഫലപ്രദമായി. ഇന്ന് ആ പദ്ധതിയുടെ ഒരു രൂപമാണ് നമ്മളിവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും എക്സൈസിൻ്റെയും സഹായത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. ഇവിടെ നേരത്തെ നമ്മുടെ മുഹമ്മദ് ഇവിടെ വിശദമായി പറഞ്ഞു. നമ്മൾ ഇതിനകത്തൊരു QR കോഡുണ്ട്. ആ QR കോഡിലൂടെ ആർക്ക് വേണമെങ്കിലും ഇൻഫർമേഷൻ പോലീസിനും എക്സൈസിനും കൊടുക്കാൻ കഴിയും. ഈ കോഡ് സ്കാൻ ചെയ്ത് കൊടുത്താൽ മാത്രമല്ല, ഇല്ലേ? നമ്മളിപ്പോൾ എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിക്കുന്നു. പോസ്റ്റർ ഒട്ടിക്കേണ്ട സ്ഥലങ്ങളിൽ ഇനിയും കൂടുതൽ ഒട്ടിക്കും. അപ്പോൾ QR കോഡിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും അതിൽ ലഭ്യമാണ്. അതനുസരിച്ച് മെസ്സേജസ് കൊടുക്കാൻ കഴിയും. അങ്ങനെ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലഹരിയുടെ ഉറവിടം കണ്ടെത്തി അത് നശിപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തന്നെയല്ല, നിങ്ങൾ നൽകുന്ന ആളുകൾ ഇത് നൽകുകയാണെങ്കിൽ അതിൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഫോൺ നമ്പറാണ്. പക്ഷെ അത് രഹസ്യമായി, അത് പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കും. ഒരു വിധത്തിലും ഇത് പുറത്തു പോകില്ല, ഐഡന്റിറ്റി പുറത്തു പോകില്ല. പക്ഷെ ഇൻഫർമേഷനാണ് ഏറ്റവും ആവശ്യം. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യം ഈ QR കോഡിലൂടെ വിവരങ്ങൾ പാസ് ചെയ്താൽ ആ വസ്തുത മനസ്സിലാക്കി അത് അനുസരിച്ച് പ്രവർത്തിക്കാൻ പോലീസും എക്സൈസും സംയുക്തമായി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. ഇത് തടയേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. നമ്മുടെ കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ബോധവൽക്കരണം കൊണ്ട് മാത്രം കഴിയില്ല, അത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ശക്തമായ നിയമ നടപടി കൂടി അനിവാര്യമാണ്. ആ കാര്യത്തിൽ നമ്മുടെ കായംകുളം DYSP ശ്രീ ബാബുക്കുട്ടനാണെങ്കിലും ശ്രീ ഷാഫി ആണെങ്കിലും ശ്രീ ഗിരീഷ് കുമാർ ആണെങ്കിലും അവർ ശക്തമായി ഇടപെടണം. ഈ കാര്യത്തിൽ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ അവരുടെ കരുതലുണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് വാസ്തവത്തിൽ
നമ്മുടെ പോലീസ് സംവിധാനം പിന്നെ കായംകുളം ഡിവൈഎസ്പി ആണെങ്കിലും ആണെങ്കിലും മറ്റു ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും എല്ലാവരും വളരെ കാര്യമായി ഇന്ന് ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ പറ്റി ഒരു പരാതിയും നമ്മൾ ആരും എന്നോട് പറയാറില്ല. കാരണം അവർ സത്യസന്ധമായി അവരുടെ വർക്ക് ഞാൻ ദിനംദിനം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കാറുള്ള ഒരാളല്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ സംസാരിക്കും. പക്ഷെ ഞാൻ വീക്ഷിക്കുമ്പോൾ അവർ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പൊതുജനങ്ങൾക്ക് പരാതിയില്ലാതെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ ചുമതല. അപ്പൊ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരിൽ വളർന്നു വരുന്ന ലഹരിയുടെ താല്പര്യം കുറച്ചുകൊണ്ടുവരാനും ലഹരി അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന നീക്കങ്ങളെ തടയാനുമാണ് ഈ പദ്ധതി. ഇപ്പൊ തന്നെ അരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ നിഷാദ് കഴിഞ്ഞ ദിവസം റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ഒരു യുവാവിനെ സ്വജീവൻ പണയപ്പെടുത്തി രക്ഷപ്പെടുത്തി. സോഷ്യൽ മീഡിയയിൽ അത് വൈറലായി കാണുകയുണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ആളുകളെ ആത്മഹത്യ ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. ഞാൻ തമാശയായി ചോദിക്കുന്നുണ്ടായി. നിഷാദ് വടംപിടിക്കനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞതിന് മുമ്പും ഒരു മോഷണ കേസിലെ പ്രതിയെ കേൾപ്പിക്കുകയും ഇല്ലേ ചെയ്ത വളരെ കാര്യമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിഷാദിനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അപ്പൊ അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസിലുണ്ട്. അതാണ് കേരള പോലീസിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പോലീസ് സംവിധാനം കായംകുളം ഡിവൈഎസ്പി ആണെങ്കിലും സി ആണെങ്കിലും എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ ഇത്തരം പൊതു കാര്യങ്ങളിൽ ഇടപെടുകയും അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പദ്ധതി വിജയിക്കണമെങ്കിൽ ജനങ്ങളുടെ സഹായം വേണം. ഈ പദ്ധതി വിജയിക്കണമെങ്കിൽ ജനങ്ങൾ ഈ QR കോഡിലേക്ക് എത്തി വിവരങ്ങൾ പാസ് ഔട്ട് ചെയ്താൽ മാത്രമേ എഫക്റ്റീവായി ചെയ്യാൻ പറ്റൂ. ചെറുപ്പക്കാരായ അതും കൂടെ മുൻകൈയിട്ട് ഡോക്ടർ പ്രവീൺ, ഡോക്ടർ വിളിക്കാറില്ല, ഡോക്ടർ പ്രവീൺ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉണ്ട്. അവരെല്ലാവരും മുൻകൈ എടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വിവരങ്ങൾ കിട്ടണം. വിവരങ്ങൾ കിട്ടിയാൽ പോലീസിനും എക്സൈസിനും ആക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് എല്ലാവരും മുൻകൈ എടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സുഖമില്ലാത്തതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. നമസ്കാരം. നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ആവർത്തിച്ച് സങ്കടപ്പെടുന്നില്ല. എന്തായാലും വലിയൊരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇത് ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതിൽ സംശയമില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞതല്ലോ. വിവിധ ഭാഗങ്ങളിൽ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ 4 പോലീസ് സ്റ്റേഷനുകളാണ് നമുക്കുള്ളത്. ഹരിപ്പാട്, വിയപുരം, തൃക്കുന്നപ്പുഴ, അതുപോലെ തന്നെ കരിയിലക്കുളങ്ങരയുടെ കുറച്ച് ഭാഗങ്ങളാണ്. ഇത്രയടങ്ങുന്ന ഈ പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ നിങ്ങൾക്ക് കാണുന്ന ഏത് കുറ്റകൃത്യമാകാം, അത് ഒരു പോലീസിലേക്ക് ഒരു പരാതിയായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ശത്രുവായി മാറാം. അത് ഉണ്ടാകാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കാണുന്ന കുറ്റകൃത്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ. നിങ്ങൾ ചിലപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. ഈ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുറ്റകൃത്യം കാണുന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കാണുന്നു, അല്ലെങ്കിൽ തമ്മിൽ അടിപിടി കാണുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കാണുന്നു എങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് കാര്യം കാണാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പകർത്താം. ഇത് ഈ QR കോഡ് ഈ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ഏതെങ്കിലും ഒരു QR കോഡിലേക്ക് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോ അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റിലേക്ക് വരികയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അത് ഏത് പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണെന്ന് അത് മനസ്സിലാക്കി അതൊരു ഡിവൈസിലൂടെയാണെന്ന് മനസ്സിലാക്കുന്നത്. ഏത് പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണെന്ന് മനസ്സിലാക്കി ഓട്ടോമാറ്റിക് അതാത് SHOമാരുടെ അല്ലെങ്കിൽ DYSPയുടെ വാട്സാപ്പിലേക്ക് ചെല്ലും. അപ്പൊ നമുക്കത് മനസ്സിലായി, നമ്മുടെ ഫോണിലേക്ക് വന്നു, ഒരു കുറ്റകൃത്യം നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ ആക്ട് ചെയ്യും. അപ്പൊ അവർക്ക് മനസ്സിലായി എവിടെയാണ് ഈ കുറ്റകൃത്യം നടന്നത്, നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയാണെന്ന് പറഞ്ഞാൽ അന്നേരം അവർക്ക് പോവാം. അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏത് സ്ഥലമാണ്, ഏത് ഡിസ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കി പോലീസിനോട് ചെല്ലാൻ പറ്റും, എക്സൈസിനോട് ചെല്ലാൻ. അത് വളരെ വലിയ നൂതനമായ ഒരു പദ്ധതിയാണ്. അത് ജനങ്ങൾ ഏറ്റെടുക്കും. നമ്മുടെ നാട്ടിൽ ഒരാൾ പോലും അനാഥരാകരുത്, ഒരു കുടുംബം പോലും ഇല്ലാതാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആരംഭം മുതൽ എന്നെ കാണിച്ചപ്പോൾ ഞാൻ വളരെ നന്ദിയോടെ സ്മരിച്ചു, നല്ലതാണെന്ന് പറഞ്ഞു.
ഇതിനേക്കാൾ ഇതുപോലെ തന്നെ പോലീസും എക്സൈസും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇതുകൂടെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ ഈ ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ അതിർത്തി അല്ലെങ്കിൽ ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ ഒരു സുരക്ഷ, അതായത് ലഹരി മുക്ത ഹരിപ്പാട് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ലഹരി മുക്ത ഹരിപ്പാട്, അതുപോലെ തന്നെ ക്ലീൻ ഹരിപ്പാട്, സേഫ് ഹരിപ്പാട് എന്ന് പറയുന്നത് കൂടെ ചേർന്ന് യോജിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇത് പ്രവർത്തിക്കാൻ പറ്റും. അതിന്റെ പദ്ധതികളും ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ മാർച്ച് 23 ഞായറാഴ്ച കായംകുളം ലഹരി മുക്ത കായംകുളം എന്ന് പറഞ്ഞ വലിയൊരു പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏകദേശം 2000 പേരോളം ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞു. ഇവരെയൊക്കെ ഞങ്ങൾ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു ആലോചന യോഗം ഞങ്ങളവിടെ കൂട്ടുന്നുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പതുക്കെ അത് ഹരിപ്പാടിന് കൊടുക്കും, വിയപുരത്തിന് കൊടുക്കും. തീർക്കുന്നപ്പോഴേക്കും ഞങ്ങളുടെ സബ് ഡിവിഷനിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും, അതായത് സ്കൂളുകൾ പോലും അടുത്ത അധ്യയന വർഷം 2025-26 എന്ന് പറയുന്ന അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഓരോ സ്കൂളുകളും UPS മുതലുള്ള ഏത് സ്കൂളുകളും നമ്മുടെ നിരീക്ഷണത്തിലാണ്. ഒരു പോലീസുകാരൻ ഒരു സ്കൂൾ എന്ന് വെച്ച് ഡിവൈഡ് ചെയ്ത്, അത് ഞങ്ങളുടെ ഒരു പദ്ധതിയാണ്, ഞങ്ങൾ ആസൂത്രണം ചെയ്തതാണ്. അങ്ങനെ അത് മുന്നേറുക ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. പിന്നെ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെറ്റുകൾ പറ്റാറുണ്ട്. നല്ലതിനെ പ്രോത്സാഹിപ്പിച്ചതുപോലെ തെറ്റുകൾ പറ്റുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ട്, ഇന്നാൾ ശരിയല്ല, മോശമാണെന്ന് ഞങ്ങളോട് പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ മാറ്റം വരുത്തി മുന്നോട്ട് പോകും. പോലീസിന്റെ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ദുരന്തങ്ങൾ, ഒരു വീട്ടിലെ തന്നെ 6 പേരെ ലഹരിക്ക് അടിമയായ ഒരാള് കൊല്ലുക, നമ്മൾ ഇന്ത്യയിൽ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. കേരളത്തിലല്ല, ഇന്ത്യയിൽ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. 34 കിലോമീറ്റർ ബൈക്കിൽ യാത്ര ചെയ്ത് ആയുധങ്ങളുമായിട്ട് പോയിട്ട് ആ വ്യക്തിക്ക് യഥേഷ്ടം അമ്മയെ, അമ്മൂമ്മയും, അനിയനെയും, വാമുകയെ ഒരു ദിവസം പകൽ സമയത്ത് കൊന്ന് ആയുധങ്ങളുമായി യാത്ര ചെയ്യത്തക്ക രീതിയിലുള്ള ഒരവസ്ഥ കേരളത്തിൽ സംജാതമായത് പോലീസിന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല. പോലീസിന് ആവശ്യമായ സ്വാതന്ത്ര്യം കൊടുത്ത സമയത്തെല്ലാം കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാബുക്കുട്ട സാർ ഈ വേദിയിലിരിക്കുന്നത് എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഏറ്റവും കൂടുതൽ കാപ്പ കേസ് പ്രതികൾ കായംകുളം പ്രദേശത്തു നിന്നാണ്. ഏറ്റവും കൂടുതൽ കാപ്പ കേസ് പ്രതികൾ ഇന്ന് ജയിലിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും ക്രിമിനലുകളുള്ള സ്ഥലമാണ് ആ പ്രദേശങ്ങൾ. അവിടെ ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കളക്ടറുടെ മുമ്പിൽ ഇവരെ വിചാരണ ചെയ്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ഇന്ന് ജയിലിലടച്ചിരിക്കുന്നത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലി കൃത്യമായി ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അവരെ സ്വതന്ത്രമായി വിടണം. അവരുടെ കൈകളിലെ വിലങ്ങുകൾ അടിച്ച് അവരെ സ്വതന്ത്രമായി വിടാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണ നേതൃത്വമാണ് തയ്യാറാകേണ്ടത്. പല ഇടവഴികളിലും സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ലാതെ ഈ നടക്കുന്ന എല്ലാവരെയും പിടിക്കണം. പോലീസിന് ഇടവഴികളിലൂടെ കൂടി യാത്ര ചെയ്ത എല്ലാ ആളുകളും ഇതുപോലെ ചെറുപ്പക്കാരാണ്. പ്രായമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് അവരെ കീഴ്പ്പെടുത്താൻ കഴിയും. എന്ന് വെച്ചാൽ ശാരീരികമായിട്ടല്ല, മാനസികമായിട്ടും അതുപോലെ നിയമപരമായിട്ടും. പക്ഷെ ചെറുപ്പക്കാരെ അത് പറ്റത്തില്ല. അതുകൊണ്ട് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന എല്ലാ ചെറുപ്പക്കാരെയും പരിശോധിക്കണമെന്നാണ് എൻ്റെ പറയുന്നത്. ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും അങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നുണ്ട്, നമ്മളത് മാറ്റണം. തീർച്ചയായിട്ടും ഹെൽമെറ്റ് വെച്ച് തന്നെ പോകണം. ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന, നിയമം ലംഘിക്കുന്ന ചെറുപ്പക്കാർ അവർ ഈ പലരും മയക്കുമരുന്നിന്റെ വിതരണക്കാരാണ്. ഇത്തരമൊരു പരിപാടിയുടെ ലക്ഷ്യത്തെ പറ്റി വിശദമായി ഇവിടെ പ്രസംഗിച്ച എല്ലാവരും തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പ് മാത്രം ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന പരാതിയിൽ തീർച്ചയായും നടപടി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ആ പരാതി എവിടെ നിന്ന് കിട്ടിയെന്നോ ഏത് നമ്പറിൽ നിന്ന് കിട്ടിയെന്നോ ഒരിക്കലും വെളിയിൽ പോവില്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടി നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങൾ ഈ പരിപാടിയുമായി മാക്സിമം സഹകരിച്ച് ഈ നാടിനെ ലഹരിമുക്തമാക്കുന്നതിനുള്ള ബഹുമാനായ നമ്മുടെ MLA ഈ പ്രയത്നത്തിൽ സജീവ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ പ്രവർത്തനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയിക്കുന്നു. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പദ്ധതി എന്താണോ ഉദ്ദേശിക്കുന്നത് അത് 100% അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ഹരിപ്പാട് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കുമെന്ന് മാത്രം ഞാൻ ഉറപ്പു നൽകുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് വിവരം നൽകുന്ന ഒരാളുടെയും ഒരു വിവരങ്ങളും ഒരു കാരണവശാലും ഇത് പുറം ലോകം അറിയില്ല. അത് പോലീസ് നൽകുന്ന ഒരു ബോണ്ടാണ്. ഈ ജനങ്ങളും ഇത് നമ്മളുടെ ഒരു ബോണ്ടാണ്.
ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ വെളിയിൽ പോകില്ല. 100% ഹരിപ്പാട് മേഖലയെ, ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയെ 100% ലഹരിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പദ്ധതിക്ക് എല്ലാവിധ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതാണ് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവരും ആശംസ നേരുന്നുണ്ട്.